لقد جاءكم رسول من أنفسكم عزيز عليه ما عنتم حريص عليكم بالمؤمنين رؤوف رحيم. നിങ്ങളിലേക്കൊരു പ്രവാചകൻ വന്നിരിക്കാൻ നിങ്ങളുടെ കാര്യത്തെക്കുറിച്ച് അങ്ങേയറ്റം വേവലാതിപ്പെടുകയും നിങ്ങളുടെ കാര്യത്തെക്കുറിച്ച് അങ്ങേയറ്റം ചിന്തയുണ്ടാകുകയും ആകുലതയുണ്ടാവുകയും നിങ്ങളോട് അങ്ങേയറ്റം കാരുണ്യവും സ്നേഹവും ഉണ്ടാകുകയും ഉള്ള ഒരു പ്രവാചകൻ നിങ്ങളിലേക്ക് കടന്നു വന്നിരിക്കാൻ. ഈ ഒരു വിഷയത്തെ, ഈ ഒരു ആയത്തെ വിശദീകരിച്ചിട്ട് മഹാനായ ഇമാം തഅലബി റഹിമഹുല്ലാ പറഞ്ഞത്, ലാ യുഹിമ്മുഹു ഇല്ലാ ശഅ്നുക്കും, നിങ്ങളുടെ കാര്യമല്ലാതെ അദ്ദേഹത്തെ ഒരു കാര്യത്തിലും വേദനിപ്പിക്കുന്നില്ല. ഫഇന്നഹു ലാ യുർദീഹി ഇല്ലാ ദുഖൂലുകുമുൽ ജന്ന, നിങ്ങൾ സ്വർഗത്തിലേക്ക് നിങ്ങളുടെ സ്വർഗപ്രവേശനമല്ലാതെ അദ്ദേഹത്തെ ഒന്നും തൃപ്തിപ്പെടുത്തുകയുമില്ല. ആരെ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ. സഹോദരന്മാരെ, മരണത്തിന്റെ സമയത്ത് പോലും സ്വന്തം ഉമ്മത്തിനെ ഓർത്തിട്ട് ആ മരണക്കിടക്കയിൽ വെപ്രാളം കൊള്ളുന്ന സമയത്ത് സ്വന്തം സമുദായത്തെ ഓർത്തുകൊണ്ട് കരഞ്ഞ മറ്റേത് പ്രവാചകനുണ്ട്? മറ്റേത് നേതാവുണ്ട്? ലോകത്തെ സകല പ്രവാചകന്മാരും നേതാക്കന്മാരും സ്വന്തം കാര്യത്തിന്റെ പര്യവസാനത്തെക്കുറിച്ച് വേവലാതിപ്പെടുന്ന മാശറയുടെ മൈതാനിയിൽ തൻ്റെ ഉമ്മത്തിന്റെ സ്ഥിതി എന്താകുമെന്ന് വിചാരിച്ച് ശഫാഅത്തിന് മുതിരുന്ന റസൂലിനേക്കാൾ സ്വന്തം ഉമ്മത്തെ സ്നേഹിക്കുന്ന മറ്റാരുണ്ട്? സിറാത്ത് പാലം മിന്നൽ പിണർപ്പിന്റെ വേഗത്തിൽ കടക്കാൻ അള്ളാഹു അവസരം കൊടുത്തിട്ടും പാലം കടക്കാതെ ഇപ്പുറത്ത് നിന്ന് തൻ്റെ ഉമ്മത്തിലെ അമല് കുറഞ്ഞവരും ഇഖ്ലാസ് കുറഞ്ഞവരും ഖുശൂ കുറഞ്ഞവരും ഇൽമു കുറഞ്ഞവരും വീണും എഴുന്നേറ്റും സിറാത്ത് പാലം കടക്കുന്ന സമയം ഇപ്പുറത്ത് നിന്നുകൊണ്ട് യാ റബ്ബി സല്ലിം സല്ലിം എന്ന് അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുന്ന പ്രവാചകനേക്കാൾ സ്നേഹവും കാരുണ്യവുമുള്ള മറ്റാരുണ്ട്? അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നമുക്ക് ഈ ലോകത്ത് വിജയിക്കാൻ, പരലോകത്ത് സ്വർഗപ്രാപ്തി നേടിയെടുക്കാൻ വേണ്ടി ഉതകുന്ന എല്ലാ കാര്യങ്ങളും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. മാത്രമല്ല, നമുക്ക് വരാനിരിക്കുന്ന സാധ്യമായ അപകടങ്ങളെക്കുറിച്ച് പ്രവാചകൻ പേടിക്കുകയും ചെയ്തിട്ടുണ്ട്. 23 വർഷക്കാലം ആ മനസ്സ് സമാധാനം എന്താണെന്ന് അറിഞ്ഞിട്ടില്ല, സന്തോഷം എന്താണെന്ന് ജീവിതത്തിൽ അനുഭവിച്ചിട്ടില്ല. പ്രിയപ്പെട്ടവരെ, സുഭിക്ഷതയോടെ ഭക്ഷണം കഴിച്ചിട്ടില്ല, സുഖത്തോടെ കിടന്നുറങ്ങിയിട്ടില്ല, കുടുംബത്തിന്റെ ഒപ്പം അധിക സമയം വിശ്രമിച്ചിട്ടില്ല. സദാസമയവും തൻ്റെ ഉമ്മത്തിന്റെ വിമോചനത്തിന് വേണ്ടിയുള്ള പ്രവർത്തനത്തിലായിരുന്നു. ആ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം തൻ്റെ ഉമ്മത്തിന്റെ പേരിൽ ഭയപ്പെടുന്ന 7 കാര്യങ്ങൾ, അതാണ് ഇന്ന് നമുക്ക് പറയാനുള്ളത്. 7 കാര്യങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഭയപ്പെട്ടു തൻ്റെ ഉമ്മത്തിൽ സംഭവിക്കുമോ എന്ന്. അതിലൊന്നാമത്തെ കാര്യം എന്താണ്? വഴിപിഴപ്പിക്കുന്ന നേതാക്കന്മാരും ശിർക്കുമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, ഇന്നമാ അഖാഫു അലാ ഉമ്മത്തി, എൻ്റെ ഉമ്മത്തിൽ ഞാൻ ഭയപ്പെടുന്നു അൽ അഇമ്മത്തൽ മുദല്ലീൻ, വഴിപിഴപ്പിക്കുന്ന നേതാക്കന്മാരെ കുറിച്ച്. വഇദാ വുദിഅ അസ്സൈഫു ഫീ ഉമ്മത്തി, എൻ്റെ ഉമ്മത്തിൽ വാൾ വെക്കപ്പെട്ടാൽ, ആയുധം വെക്കപ്പെട്ടാൽ, ലം യുർഫഅ അൻഹാ ഇലാ യൗമിൽ ഖിയാമ, ഖിയാമത്ത് നാൾ വരെ പിന്നെ അത് ഉയർത്തപ്പെടുകയില്ല. വലാ തഖൂമു സാഅ, നിങ്ങൾ അറിയണം അന്ത്യനാൾ സംഭവിക്കുകയില്ല. ഹത്താ തൽഹഖ ഖബായിലു മിൻ ഉമ്മത്തി ബിൽ മുശ്രിക്കീൻ, എൻ്റെ ഉമ്മത്തിൽപ്പെട്ട ഒരു വിഭാഗം ബഹുദൈവാരാധകരുമായി കൂടിച്ചേരുന്നത് വരെ ഖിയാമത്ത് നാൾ സംഭവിക്കുകയില്ല. വഹത്താ തഅബുദ ഖബായിലു മിൻ ഉമ്മത്തി അൽ ഔസാൻ, എൻ്റെ ഉമ്മത്തിൽപ്പെട്ട ഒരു വിഭാഗം ബിംബാരാധന നടത്തുന്നത് വരെ ഖിയാമത്ത് നാൾ സംഭവിക്കുകയില്ല എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. 3 കാര്യങ്ങളാണ് ഈ ഹദീസിൽ പ്രവാചകൻ എണ്ണി പറഞ്ഞത്. ഒന്നാമത്തേത്, ജനങ്ങളെ ശിർക്കിലേക്കും ഫിത്നയിലേക്കും കലാപത്തിലേക്കും നയിക്കുന്ന നേതാക്കന്മാരെ കുറിച്ചാണ്. രണ്ടാമത്തേത്, ഈ ഉമ്മത്തിൽ ബഹുദൈവാരാധകരുമായി രമ്യതയിലാവുന്ന അവരുടെ ആരാധനയെ ജീവിതത്തിൽ സ്വീകരിക്കുന്ന വഴിപിഴച്ചവരെ കുറിച്ചാണ്. മൂന്നാമത്തേത്, കിടത്തിവെച്ചതും നിർത്തിവെച്ചതും ഇരുത്തിവെച്ചതുമായ ബിംബത്തിന്റെ മുന്നിൽ ആരാധനകൾ അർപ്പിക്കുന്ന ഈ ഉമ്മത്തിൽപ്പെട്ടവരെ കുറിച്ചാണ്.
പ്രിയപ്പെട്ടവർ, ഇസ്ലാം സ്വീകരിക്കാത്തവരെ കുറിച്ചല്ല പ്രവാചകൻ പറഞ്ഞത്. ഇസ്ലാം സ്വീകരിക്കുകയും ലാ ഇലാഹ ഇല്ലല്ലാഹ് നാവ് കൊണ്ട് പറയുകയും പള്ളിയിൽ വരികയും ചെയ്യുന്ന വിഭാഗത്തിനിടയിൽ നിന്ന് ഇങ്ങനെ ഒരു വിഭാഗം ഉണ്ടായിത്തീരും. ഇന്നി അഖാഫു അലാ ഉമ്മത്തി, ഞാൻ എൻ്റെ ഉമ്മത്തിൽ ഭയപ്പെടുന്നു എന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞത്. പ്രിയപ്പെട്ടവർ, വലിയ ഗൗരവമുള്ള വിഷയമാണ്. പ്രവാചകൻ ഏറ്റവും കൂടുതൽ ഭയന്നതും അതാണ്. കാരണം എന്താണ്? പരിശുദ്ധ ഖുർആൻ പറയുന്നത് പോലെ ഇന്നഹു മയ്യുശ്രിക് ബില്ലാഹ് ഫഖദ് ഹറമല്ലാഹു അലൈഹിൽ ജന്ന വമഅവാഹുൻ നാർ വമാ ലിദ്ദാലിമീന മിൻ അൻസാർ. നിശ്ചയം ആർ അല്ലാഹുവിൽ ശിർക്ക് ചെയ്യുന്നുവോ അവന് സ്വർഗ്ഗം ഹറാമാക്കിയിരിക്കുന്നു, അവന്റെ വാസസ്ഥലം നരകമാകുന്നു, അവന് ഒരു തരത്തിലുള്ള സഹായിയെയും കണ്ടുമുട്ടാൻ സാധിക്കുന്നതല്ല. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഞാൻ രക്ഷപ്പെട്ടു, ഇനി എനിക്ക് ഒരിക്കലും ശിർക്ക് സംഭവിക്കൂല, പാടില്ല, സംഭവിക്കാം. എനിക്കും നിങ്ങൾക്കും ഇടയിലുള്ള ഉമ്മത്തിൽ ശിർക്ക് കടന്നു വരുമെന്ന് തന്നെയാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. അതുകൊണ്ട് ആ ശിർക്കിനെ കുറിച്ച് കാവലിനെ തേടാൻ പ്രവാചകൻ ഒരു ദുആ പഠിപ്പിച്ചിട്ടുണ്ട്. എന്താണ് ദുആ? അല്ലാഹുമ്മ ഇന്നി അഊദു ബിക അൻ ഉശ്രിക ബിക വ അന അഅലം. അല്ലാഹുവേ, അറിഞ്ഞുകൊണ്ട് ഞാൻ നിന്നിൽ പങ്കു ചേർക്കുന്നതിനോട് ഞാൻ നിന്നോട് കാവലിനെ തേടുന്നു റബ്ബേ. വ അസ്തഗ്ഫിറുക ലിമാ ലാ അഅലം. അല്ലാഹുവേ, അറിയാതെ എന്നിൽ നിന്ന് സംഭവിച്ചു പോയതിനെ തൊട്ട് ഞാൻ നിന്നോട് പാപമോചനം തേടുകയും ചെയ്യുന്നു റബ്ബേ എന്ന് ഈ ദുആ നമ്മുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കണം. എല്ലാ ദിവസവും ഈ ദുആ നമ്മൾ ചെല്ലേണ്ടതുണ്ട്, പ്രാർത്ഥിക്കേണ്ടതുണ്ട്. കാരണം എപ്പോഴും നമ്മുടെ ജീവിതത്തിലേക്ക് ഇത് കടന്നു വരാം. ഒന്നാമതായി പ്രവാചകൻ ഭയപ്പെട്ടതും അതാണ്. രണ്ടാമതായി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഭയപ്പെട്ടത് എന്താണ്? ചെറിയ ശിർക്കാണ്, ഗോപ്യമായ ശിർക്കാണ്. എന്താണ് ഗോപ്യമായ ശിർക്ക്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, സഈദ് റളിയല്ലാഹു അൻഹു നമുക്ക് പറഞ്ഞു തരുന്നു, ഖറജ അലൈനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കൽ ഞങ്ങൾക്കിടയിലേക്ക് കടന്നു വന്നു. വനഹ്നു നതദാകറുൽ മസീഹ് ദജ്ജാൽ, നമ്മൾ മസീഹ് ദജ്ജാലിനെ കുറിച്ച് ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു, ദജ്ജാലിനെ കുറിച്ച് ഇങ്ങനെ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. ഫഖാൽ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അലാ ഉഖ്ബിറുക്കും ബിമാ ഹുവ അഖ്വഫു അലൈക്കും ഇൻദി മിനൽ മസീഹ് ദജ്ജാൽ. മസീഹു ദജ്ജാലിനേക്കാൾ നിങ്ങളിൽ ഞാൻ ഭയപ്പെടുന്ന ഒരു വിഷയം ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരട്ടെ? ഖാല ഖുൽനാ ബലാ, റസൂലെ പറഞ്ഞു തന്നാലും. ഫഖാൽ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അശ്ശിർകുൽ ഖഫീ, അത് ചെറിയ ശിർക്കാണ്, ചെറിയ ബഹുദൈവാരാധനയാണ്. അതിന്റെ ഉദാഹരണം എന്താണ്? ഒരാൾ നിസ്കരിക്കാൻ നിൽക്കും, ഒരു മനുഷ്യൻ നിസ്കരിക്കാൻ നിൽക്കും. അപ്പൊ ആരെങ്കിലും നോക്കുന്നുണ്ടെങ്കിലോ നിസ്കാരത്തിൽ നിന്ന് മൊഞ്ചു കൂട്ടും. അതുവരെ ആ വീട്ടും ഇടത്തേക്കാല് ചരിച്ചെന്നും വലത്തേക്കാല് ചെരിഞ്ഞെന്നൊക്കെ അങ്ങനെ നിസ്കരിച്ച ആള് പെട്ടെന്ന് ആരെങ്കിലും നോക്കുന്നുണ്ടെന്ന് പറഞ്ഞാൽ ഫാത്തിഹയ്ക്ക് ഒന്ന് മൊഞ്ചു കൂട്ടിയിട്ട് നിസ്കാരത്തിൽ ഇഖ്ലാസ്, അങ്ങനെയുള്ള ആളുകളെ കണ്ടിട്ടില്ലേ? ചെറിയ ആളുകൾക്ക് ആ സൂക്കേട്. അത് നിസ്കാരത്തിൻ്റെ വിഷയത്തിൽ മാത്രമല്ല, ഏത് അമലിൻ്റെ വിഷയത്തിലാണെങ്കിലും റിയാ എന്നാണ് അതിന് പറയുക. അത് വന്നു കഴിഞ്ഞാൽ അമൽ നഷ്ടപ്പെടും, യാതൊരു സംശയത്തിലില്ല. പരിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു, യാ അയ്യുഹല്ലദീന ആമനൂ ലാ തുബ്തിലൂ സ്വദഖാതികും ബിൽ മന്നി വൽ അദാ കല്ലദീ യുൻഫിഖു മാലഹു റിയാഅൻ നാസി വലാ യുഅ്മിനു ബില്ലാഹി വൽ യൗമിൽ ആഖിർ ഫമഥലുഹു കമഥലി സഫ്വാനിൻ അലൈഹി തുറാബ് ഫഅസാബഹു വാബിലു ഫതറകഹു സൽദാ. അല്ലയോ സത്യവിശ്വാസികൾ, നിങ്ങളുടെ കർമ്മങ്ങൾ നിങ്ങൾ ബാത്തിലാക്കി കളയരുത്. മണ്ണിലൂടെയും മതയിലൂടെയും റിയായിലൂടെയും. എന്താണ് റിയാ? അവനതാ ആളുകളെ കാണിക്കാൻ വേണ്ടി പ്രവർത്തിക്കുകയാണ്. അവൻ സ്വതക്ക കൊടുക്കുന്നത് ആളുകളെ കാണിക്കാൻ വേണ്ടിയാണ്, നമസ്കരിക്കുന്നത് ആളുകളെ കാണിക്കാൻ വേണ്ടിയാണ്, ഖുർആൻ പാരായണം ചെയ്യുന്നത് ആളുകളെ കാണിക്കാൻ വേണ്ടിയാണ്, ദഅവത്ത് നടത്തുന്നത് ആരെയൊക്കെയോ തൃപ്തിപ്പെടുത്താൻ വേണ്ടിയാണ്, ബോധ്യപ്പെടുത്താൻ വേണ്ടിയാണ്. അവന്റെ ഉദാഹരണം ഏതാണ്? ഫമഥലുഹു കമഥലി സഫ്വാനിൻ അലൈഹി തുറാബ്, മിനുസമുള്ള പാറക്ക് മുകളിൽ അതാ കുറച്ച് പൊടിയുണ്ട്. ഒരു ചെറിയ മന്ദമാരുതൻ അടിച്ചപ്പോഴേക്ക് ആ പാറപ്പുറത്തുള്ള പൊടികൾ മുഴുവൻ പറന്നു പോകുന്നത് പോലെ അവന്റെ കർമ്മങ്ങൾ മുഴുവൻ പോകുന്നതാണ്. ഒരു കർമ്മവും ഇല്ലാത്ത രൂപത്തിൽ നാളെ അള്ളാന്റെ കോടതിയിൽ അവൻ ഹാജരാവുകയും ചെയ്യുന്നതാണ്. എത്ര നല്ല ഉദാഹരണമാണ് ഖുർആൻ പറഞ്ഞത്. പ്രിയപ്പെട്ടവർ, നിങ്ങൾ ആലോചിച്ച് നോക്ക്. ഇവിടുന്ന് ചെയ്ത എത്ര വലിയ നന്മയായാലും പാറപ്പുറത്തുള്ള മിനുസമുള്ള പൊടി പോലെയാണ് അത് എന്നാണ്.
ചെറിയൊരു കാറ്റടിച്ചാൽ എന്തെങ്കിലും ഒരു ദിവസം അങ്ങോട്ട് കഴിഞ്ഞാൽ ഒന്നും ഉണ്ടാവില്ല, മൊട്ടയായിരിക്കും. പടച്ചോന്റെ കോടതിയിലെത്തുമ്പോൾ ഒരു കർമ്മവും ഒരു അമലവും ഉണ്ടാവില്ല. സുബ്ഹാനല്ലാഹ്, അള്ളാഹു കാത്ത് രക്ഷിക്കട്ടെ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മറ്റൊരു ഹദീസിൽ നമുക്ക് പറഞ്ഞു, ഇതേ വിഷയത്തെക്കുറിച്ച് പറഞ്ഞതായി നമുക്ക് കാണാം. ഇന്ന അഖ്വഫ മാ അഖാഫു അലൈക്കും അശ്ശിർകുൽ അസ്ഗർ, ഞാൻ നിങ്ങളെ ഏറ്റവും കൂടുതൽ ഭയപ്പെടുന്നത് ചെറിയ ശിർക്കിനെയാണ്. ഖാലു, സഹാബത്ത് ചോദിച്ചു, വമശ്ശിർകുൽ അസ്ഗർ യാ റസൂലല്ലാഹ്, റസൂൽ എന്താണ് ചെറിയ ശിർക്ക് എന്ന് പറഞ്ഞാൽ? ഖാൽ, റസൂൽ പറഞ്ഞു, അരിയാ, അത് റിയാ ആണ്. റിയാ സംഭവിച്ചവന് എന്താണ് പരലോകത്ത് വെച്ച് സംഭവിക്കുക? യഖൂലുല്ലാഹു അസ്സ വജല്ല ലഹും യൗമൽ ഖിയാമ, ഖിയാമത്ത് നാളിൽ പടച്ചോൻ അയാളോട് പറയും, ഇദാ ജുസിയന്നാസു ബിഅഅമാലിഹിം, ആളുകൾക്ക് അവരുടെ കർമ്മങ്ങളുടെ പ്രതിഫലങ്ങൾ ഇങ്ങനെ നൽകപ്പെടുമ്പോൾ അയാളോട് അല്ലാഹു പറയും, ഇദ്ഹബു ഇലല്ലദീന കുൻതും തുറാഊന ഫിദ്ദുനിയ ഫൻദുറു ഹൽ തജിദൂന ഇൻദഹും ജസാഅ, നിങ്ങൾ പോയിക്കോ, എന്തിനാണ് എൻ്റെ അടുത്ത് വരുന്നത്? നിങ്ങൾ ആർക്ക് വേണ്ടിയാണോ നിസ്കരിച്ചത്? ആരെ കാണിക്കാൻ വേണ്ടിയാണോ നിങ്ങൾ നിസ്കരിച്ചത്? ഓന്റെ അടുത്ത് പോയിട്ട് പ്രതിഫലം വാങ്ങിച്ചോ. ആരെ കാണിക്കാൻ വേണ്ടിയാണോ, ഏത് സംഘടനയെ ബോധ്യപ്പെടുത്താൻ വേണ്ടിയാണോ, ഏത് സംഘടനയെ, ഏത് കമ്മിറ്റിയെ ബോധ്യപ്പെടുത്താൻ വേണ്ടിയാണോ, ആരുടെ അഭിനന്ദനങ്ങൾ നേടിയെടുക്കാൻ വേണ്ടിയാണോ നിങ്ങൾ ദാനധർമ്മങ്ങൾ ചെയ്തത്, നിങ്ങൾ പ്രവർത്തിച്ചത്, നിങ്ങൾ നമസ്കരിച്ചത്, അവരുടെ അടുത്ത് പോയിട്ട് പ്രതിഫലം വാങ്ങിച്ചോ. എൻ്റെ അടുത്ത് നിങ്ങൾക്ക് യാതൊന്നുമില്ല എന്ന് പറഞ്ഞ് അല്ലാഹു സുബ്ഹാനഹു വ തആല അവരെ ആട്ടിവിടുമെന്നാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് കാത്തുരക്ഷിക്കുമാറാകട്ടെ. ഒരു അമലും ഇല്ലാത്ത അവസ്ഥയിൽ നമ്മൾ നരകത്തിലേക്ക് പോകും. പ്രിയപ്പെട്ടവരെ, ഇതാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ രണ്ടാമതായി ഉമ്മത്തിൽ ഭയന്ന കാര്യം. മൂന്നാമതായി പ്രവാചകൻ ഉമ്മത്തിൽ ഭയന്ന കാര്യം ഏതാണ്? പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുന്നു, ഇന്ന ലികുല്ലി ഉമ്മത്തിൻ ഫിത്ന, എല്ലാ ഉമ്മത്തിനും ഒരു ഫിത്നയുണ്ട്, എല്ലാ സമുദായങ്ങൾക്കും ഒരു ഫിത്നയുണ്ട്. വഫിത്നതു ഉമ്മത്തി, എൻ്റെ ഉമ്മത്തിലെ ഫിത്ന എന്താണ്? അൽ മാൽ, ധനമാണ്. ഭൗതിക കാര്യങ്ങളിൽ ഈ ഉമ്മത്ത് മത്സരിക്കുന്നതിനെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഭയപ്പെട്ടിട്ടുണ്ട്. പ്രവാചകൻ പറഞ്ഞ എന്താ അറിയോ? നിങ്ങൾക്ക് ദാരിദ്ര്യത്തെ ഞാൻ ഭയക്കുന്നില്ല, ഭൗതിക വിഭവങ്ങളുടെ ആധിക്യത്തെയാണ് ഞാൻ നിങ്ങളിൽ ഭയക്കുന്നത് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ശരിയല്ലേ? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. മുസ്ലിം രാജ്യങ്ങൾ നിങ്ങളൊന്ന് എടുത്തു നോക്ക്. പണത്തിൻ്റെ പെരുപ്പത്തിൻ്റെ ഉത്തുംഗതയിലാണ് ആ രാജ്യങ്ങൾ മുഴുവൻ. ലോകത്തെ വലിയ വലിയ കെട്ടിടങ്ങൾ ഉണ്ടാക്കാൻ പരസ്പരം മത്സരിക്കുന്നത് അവരാണ്. ലോകത്തെ വലിയ വലിയ സംരംഭങ്ങളും വലിയ വലിയ പരിപാടികളും തങ്ങളുടെ നാടിനെ ഹോസ്റ്റായി കിട്ടാൻ വേണ്ടിയിട്ട് പരസ്പരം മത്സരിക്കുന്നത് മുസ്ലിം നാടുകളാണ്. അതിന് ബില്യൺ കണക്കിന് പണം എടുത്തെറിയുന്നത് മുസ്ലിം രാജ്യങ്ങളാണ്. ലോകത്തെ ഏറ്റവും റിച്ചസ്റ്റ് കൺട്രീസ് ഇൻ ദി വേൾഡിലെ 15 രാജ്യങ്ങൾ എടുത്തു നോക്കിയാൽ അതിൽ കുറേ മുസ്ലിം രാജ്യങ്ങൾ നമുക്ക് കാണാൻ കഴിയും. അല്ലാഹു സുബ്ഹാനഹു വ തആല അവർക്കത് തുറന്നു കൊടുത്തതാണ്. യന്ത്രങ്ങളുടെയും വാഹനങ്ങളുടെയും കണ്ടുപിടുത്തത്തോടുകൂടി ഊർജത്തിൻ്റെ ആവശ്യകത കൂടിയപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല ഊർജത്തിൻ്റെ സ്രോതസ്സായ പെട്രോളും ഓയിലുകളും ആ നാടുകളിൽ കണ്ടെത്തി കൊടുത്തു. അവർ വളർന്നു മുമ്പൊരിക്കലും ഇല്ലാത്ത വിധത്തിൽ. ലോകത്തെ പോലും ഞെട്ടിച്ചുകൊണ്ട് മുസ്ലിം രാജ്യങ്ങൾ സമ്പന്നതയുടെ ഉത്തുംഗതയിലെത്തി. ഇത് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തൻ്റെ ഓലമേഞ്ഞ പള്ളിയിലിരുന്ന് പറഞ്ഞ കാര്യമാണ്. നിലത്ത് മണ്ണാണ്, ഈത്തപ്പന തടികൾ കൊണ്ട് സഹാബത്ത് സ്വന്തം വിയർപ്പൊഴുക്കി ഉണ്ടാക്കിയ പള്ളി. അരപ്പട്ടിണി കിടന്നിട്ടാണ് പ്രവാചകൻ ഇത് പറയുന്നത്. എന്താ പറയുന്നത്? എൻ്റെ ഉമ്മത്തിൽ ഞാൻ ഭയപ്പെടുന്നത് ദാരിദ്ര്യമാണെന്നല്ല, എൻ്റെ ഉമ്മത്തിൽ ഞാൻ ഭയപ്പെടുന്നത് പണമാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, ഫവല്ലാഹി ലാ അൽ ഫഖ്റ അഖ്ശാ അലൈക്കും, വല്ലാഹി സത്യം, ഞാൻ നിങ്ങളിൽ ഒരിക്കലും ദാരിദ്ര്യത്തെ ഭയപ്പെടുന്നില്ല. സുബ്ഹാനല്ലാഹ്, പ്രവാചകന്റെ പ്രവാചകത്വത്തിന്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ്. വലാകിൻ അഖ്ശാ അലൈക്കും, പക്ഷെ ഞാൻ നിങ്ങളിൽ ഭയപ്പെടുന്നത് എന്താണ്? അൻ തുബ്സത അലൈക്കുമുദ് ദുനിയ, നിങ്ങളിൽ ദുനിയാവ് തുറന്നിടുന്നതിനെ, ദുനിയാവ് വിശാലമാക്കുന്നതിനെയാണ് ഞാൻ ഭയപ്പെടുന്നത്. കമാ ബുസിതത് അലാ മൻ കാന ഖബ്ലകും, നിങ്ങളുടെ മുൻഗാമികളായ ആളുകൾക്ക് അല്ലാഹു വിശാലമാക്കിയതുപോലെ. ഫതനാഫസുഹാ കമാ തനാഫസുഹാ, എന്നിട്ട് അവർ മത്സരിച്ചതുപോലെ നിങ്ങൾ പരസ്പരം മത്സരിക്കാൻ തുടങ്ങും. വതുഹ്ലികകും കമാ അഹ്ലകത്ഹും, എന്നിട്ട് അവരെ നശിപ്പിക്കപ്പെട്ടതുപോലെ നിങ്ങളും നശിപ്പിക്കപ്പെടും എന്നൊരവസ്ഥയാണ് ഞാൻ ഭയക്കുന്നത്, അല്ലാതെ ദാരിദ്ര്യത്തെ ഞാൻ ഭയക്കുന്നില്ല എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. സുബ്ഹാനല്ലാഹ്, അക്ഷരാർത്ഥത്തിൽ ശരിയായിക്കൊണ്ടിരിക്കാൻ. ഏത് ഹോട്ടൽ വിജയിക്കണമെങ്കിലും മാപ്പിളാര് കയറി തിന്നാണ്ടൊരു രക്ഷയില്ല. ആ നാട്ടിലെ മുസ്ലിം ഒരു ഹോട്ടൽ ബഹിഷ്കരിച്ചു കഴിഞ്ഞാൽ ആ ഹോട്ടലിന്റെ കാര്യം പോക്കാണ്. ഏതവസ്ഥയും നിങ്ങൾ എടുത്തു നോക്ക്. ഏറ്റവും കൂടുതൽ കല്യാണത്തിൽ ദൂർത്തടിക്കുന്നത് ആരാണ്? പരസ്പരം മത്സരിക്കുന്നത് ആരാണ്? ഈ ഉമ്മത്തിൽപ്പെട്ടവരാണ്. ഏതൊക്കെ രീതിയിലാണ് മത്സരിക്കുന്നത്? പണ്ട് കൊറോണ വന്നപ്പോൾ എല്ലാം അവസാനിച്ചു എന്ന് കരുതി. പക്ഷെ കൊറോണ വന്നപ്പോൾ ദിവസത്തിന്റെ എണ്ണം കൂട്ടി.
പണ്ടൊക്കെ ഒരുപാട് ആളുകൾ, ആയിരക്കണക്കിന് ആളുകളെ വിളിച്ചിട്ട് ഭയങ്കര ആഘോഷം ഒറ്റ ദിവസം കൊണ്ട് തീരായിരുന്നു. പക്ഷേ കൊറോണ വന്നപ്പോൾ കുറേ ആൾക്കാരെ കൂട്ടാൻ കഴിയാത്തതുകൊണ്ട് 1-ാം ദിവസം, 2-ാം ദിവസം, 3-ാം ദിവസം, 4-ാം ദിവസം, 5-ാം ദിവസമൊക്കെ ആയിട്ട് കുടുംബക്കാർക്ക്, അയൽക്കാർക്ക്, ചങ്ങായിൻ്റെ ചങ്ങായിമാർക്ക് അടക്കം ദിവസം വെച്ചിട്ട് ഈ ഖൗം ആഘോഷിക്കാൻ തുടങ്ങി. ഇത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വളരെ വ്യക്തമായി നമുക്ക് പറഞ്ഞു തന്നതാണ്. പ്രവാചകൻ പറയുന്നു, മാ അഖ്ശ അലൈക്കുമുൽ ഫഖർ, ഞാൻ നിങ്ങളിൽ ദാരിദ്ര്യം ഭയപ്പെടുന്നില്ല, വലാകിന്നി അഖ്ശ അലൈക്കുമുത് തകാസുർ, നിങ്ങൾ പരസ്പരം പെരുമ നടിക്കുന്നതിനെയാണ് ഞാൻ ഭയപ്പെടുന്നത്. വമാ അഖ്ശ അലൈക്കുമുൽ ഖത, ഞാൻ നിങ്ങളിൽ അബദ്ധം സംഭവിച്ചു പോകുന്നതിനെ ഭയപ്പെടുന്നില്ല. വലാകിന്നി അഖ്ശ അലൈക്കുമുത് തഅമ്മുദ്, ഞാൻ നിങ്ങളിൽ ഭയപ്പെടുന്നത് നിങ്ങൾ അറിഞ്ഞുകൊണ്ട് തിന്മ ചെയ്യുന്നതിനാണ്, മനഃപൂർവ്വം തിന്മ ചെയ്യുന്നതിനെയാണ്. മുസ്ലിം ഉമ്മത്ത് ചെയ്യുന്ന തിന്മകളിൽ 95% പ്രിയപ്പെട്ടവരെ അറിഞ്ഞുകൊണ്ടുള്ള തിന്മയാണ്. തബ്ദീർ ഇസ്ലാമിൽ ശരിയല്ല എന്ന് അറിയാഞ്ഞിട്ടൊന്നല്ല ഈ ഉമ്മത്ത് തബ്ദീറിന്റെ, ധൂർത്തിന്റെ ഏറ്റവും വലിയ പര്യായങ്ങളായി മാറുന്നത് അറിഞ്ഞുകൊണ്ടുള്ള പ്രവർത്തനമാണ്. ഈ ഉമ്മത്തിൽപ്പെട്ട പല ആളുകളും കള്ളു കുടിക്കുന്നത് അത് ഹറാമാണെന്ന് അറിയാത്തത് കൊണ്ടല്ല, അറിഞ്ഞുകൊണ്ട് തെറ്റ് ചെയ്യാൻ. അള്ളാഹുവിന്റെ മസ്ജിദിലേക്ക് ബാങ്ക് കൊടുത്താൽ വരണമെന്ന് അറിയാത്തത് കൊണ്ടല്ല ഈ ഉമ്മത്തിലെ യുവാക്കൾക്ക് അറിഞ്ഞുകൊണ്ട് തെറ്റ് ചെയ്യുന്നത് തന്നെയാണ് ഈ ഉമ്മത്തിൽ അള്ളാന്റെ റസൂൽ ഭയപ്പെട്ടത്. അത് തന്നെയാണ് സമ്പത്തിന്റെ വിശാലതയും അറിഞ്ഞുകൊണ്ടുള്ള തിന്മയും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നാലാമതായി പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ എണ്ണിപ്പറഞ്ഞ സംഗതിയാണ് സ്വർഗ്ഗരതി എന്നുള്ളത്. ഈ ഉമ്മത്തിൽ പ്രവാചകൻ ഭയപ്പെട്ട വിഷയമാണ്. ഇന്ന അഖവഫ മാ അഖാഫു അലാ ഉമ്മത്തി അമലു ഖൗമി ലൂത്ത് അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ സമുദായത്തിൽ ഉണ്ടായ അതേ സംഭവം എൻ്റെ ഉമ്മത്തിലും ഞാൻ ഭയപ്പെടുന്നു. 2018 സെപ്റ്റംബർ 6 377 വകുപ്പ് പ്രകാരം, ഉഭയകക്ഷി സമ്മതപ്രകാരമുള്ള സ്വർഗ്ഗ ലൈംഗികത ഇന്ത്യൻ നിയമത്തിന്റെ അധീനതയിലായിരിക്കുന്നു. അത് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ആൾക്ക് സംരക്ഷണം നൽകുക എന്നത് ഇന്ത്യൻ നിയമവ്യവസ്ഥയുടെ കീഴിൽ ജോലി ചെയ്യുന്ന ഓരോ ഉദ്യോഗസ്ഥന്റെയും കടമയാണ്. നിങ്ങൾ ആലോചിച്ച്, പോലീസ് പ്രൊട്ടക്ഷൻ കൊടുക്കണം ഇത് ചെയ്യണമെങ്കിൽ, ഇത് ചെയ്യുന്ന ആൾക്ക്. പണ്ടൊക്കെ പ്രകൃതി വിരുദ്ധ ലൈംഗികത എന്ന് പറഞ്ഞാൽ ആരെങ്കിലും കൊണ്ട് കംപ്ലൈന്റ് കൊടുത്താൽ വന്ന് അറസ്റ്റ് ചെയ്യും. കാരണം ഇന്ത്യ രാജ്യം അതിനെ ടോളറേറ്റ് ചെയ്യുന്നില്ല. പക്ഷേ ഇന്ന് ഇന്ത്യൻ ഭരണഘടനയിൽ അത് വ്യക്തമായി അനുവദിച്ചിരിക്കുന്നു. ഇന്ത്യൻ ഭരണഘടനയിൽ എന്നല്ല, ലോകത്ത് ഭൂരിപക്ഷം വരുന്ന രാജ്യങ്ങളിലും ഈ ഒരു സംഭവത്തെ സർവ്വസാധാരണമായി അംഗീകരിച്ചിരിക്കുന്നു. അത് പ്രകൃതിയിലുള്ളതാണെന്ന് അംഗീകരിച്ചിരിക്കുന്നു. ഈ ഒരു അവസ്ഥ തന്റെ ഉമ്മത്തിലേക്ക് വരുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഭയപ്പെട്ടതായി ആ ഹദീസിലൂടെ നമുക്ക് കാണാൻ കഴിയും. പ്രിയപ്പെട്ടവരെ, അഞ്ചാമതായി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എണ്ണി പറഞ്ഞ എന്താ അറിയോ? മതത്തിന്റെ പേരിൽ, ദീനിന്റെ പേരിൽ കളവ് പറയുന്നവരെയാണ്. വലിയ ഗൗരവമുള്ള വിഷയമാണത്. പ്രവാചകൻ പറഞ്ഞു, യകൂനു ഫീ ആഖിരി സമാൻ, അന്ത്യനാളായാൽ, അവസാന കാലഘട്ടമായാൽ ഒരു വിഭാഗം ആളുകൾ വരും. അവരുടെ പ്രത്യേകത എന്താണ്? ദജ്ജാലൂന കദ്ദാബൂൻ, അവർ ദജ്ജാലുകളാണ്, കള്ളന്മാരാണ്, കദ്ദാബുകളാണ്. റസൂലാണ് പറയുന്നത്. മാന്യതയുടെ പര്യായമായ പ്രവാചകൻ ദജ്ജാലൂന കദ്ദാബൂൻ, അവർ ദജ്ജാലുകളും കദ്ദാബുകളുമാണ്. യഅതൂനകും മിനൽ ഹദീസ്, അവർ ചില കാര്യങ്ങൾ കൊണ്ടുവരും, ചില വിഷയങ്ങൾ നിങ്ങളോട് വന്നിട്ട് പറയും. ബിമാ ലം തസ്മഉ അൻതും വലാ ആബാഉകും, നിങ്ങളും നിങ്ങളുടെ പിതാക്കളും കേൾക്കാത്ത പല കാര്യങ്ങളുമായി അവർ നിങ്ങളുടെ അടുത്തേക്ക് വരും. ഫഇയ്യാകും വഇയ്യാഹും ലാ യുദല്ലൂനകും വലാ യുഫ്തിനൂനകും, നിങ്ങൾ അവരെയും നിങ്ങളുടെ സ്വന്തത്തെയും സൂക്ഷിച്ചുകൊള്ളുക. ലാ യുദല്ലൂനകും, അവർ നിങ്ങളെ വഴിതെറ്റിക്കാതിരിക്കട്ടെ. വലാ യുഫ്തിനൂനകും, അവർ നിങ്ങളെ ഫിത്നയിലാക്കാതിരിക്കട്ടെ എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഒന്നും വേണ്ട, ഒന്ന് ചുറ്റും നോക്കി നോക്കിയ കേരളത്തിന്റെ എന്തൊക്കെ പുതിയ പുതിയ ആചാരങ്ങളാണ് പ്രവാചകനും സഹാബത്തിനും താബിഈകൾക്കും തബഅത്താബിഈകൾക്കും അയിമ്മത്തിന്റെ ഇമാമുകൾക്കും മുജദ്ദിദുകളായ പണ്ഡിതന്മാർക്കൊന്നും കേട്ടു പരിചയം പോലും ഇല്ലാത്ത ആചാരങ്ങൾ ഓരോ ദിവസം കൂണ് മുളച്ചു പൊങ്ങുന്നത് പോലെ കേരളത്തിന്റെ നാനാഭാഗത്തും മുളച്ചു പൊങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഇത് പ്രവാചകന്റെ ഹദീസിന്റെ പുലർച്ചയാൻ. മതം വിറ്റ് ജീവിക്കുക, ദീന് വിറ്റ് ജീവിക്കുക, ഇല്ലാത്ത ആചാരങ്ങൾ ഉണ്ടാക്കുക. ഓരോന്നിങ്ങനെ തുടങ്ങല്ലേ. ഈ അടുത്ത കാലത്ത് തുടങ്ങിയതാണ് ഖിബ്ല നോക്കൽ ആചാരം. വീട്ടിൽ വന്നിട്ട് ഖിബ്ല നിർണ്ണയിക്കുക. ഇങ്ങനെ ഓരോന്നിങ്ങനെ കാലഹരണപ്പെട്ടു പോകുമ്പോൾ, ഓരോ ആചാരങ്ങൾ കാലഹരണപ്പെട്ടു പോകുമ്പോൾ ഇപ്പുറത്ത് വേറൊന്ന് കയറ്റുക. എന്തിനാണ്? അന്നം തന്നെ, വേറൊന്നുമില്ല. അന്നം മാത്രമാണ് ജീവിക്കണം. അല്ലാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധ ഖുർആനിൽ ഈ വിഭാഗം ആളുകളെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. ലയഖുലൂന അംവാലൻ നാസ് ബിൽ ബാത്തിൽ, ജനങ്ങളുടെ ധനത്തെ അന്യായമായി തിന്നുന്ന പുരോഹിത വർഗ്ഗങ്ങളെയും പണ്ഡിതന്മാരെയും കൊണ്ട് ലോകം നിറഞ്ഞിരിക്കുന്നു. ഇന്ന് ഒരുപാട് ആളുകൾ ഈ മതത്തിന്റെ പേരിൽ, ഈ ദീനിന്റെ പേരിൽ. പ്രിയപ്പെട്ടവരെ, വലിയൊരു രസം എന്താണെന്നറിയൂ? ഈ ആളുകൾ എങ്ങനെയാണ് ജീവിക്കുന്നത്? ആ ജനങ്ങൾക്ക് പ്രതീക്ഷ നൽകും, അവരെ പേടിപ്പിക്കുകയും ചെയ്യും. കഴിഞ്ഞ ദിവസം
എനിക്കെൻ്റെ ഒരു സഹോദരൻ, വളരെ അടുത്തൊരു സഹോദരൻ എനിക്കൊരു വോയിസ് അയച്ചു തന്നു. ആ വോയിസ് ഞാൻ കേട്ടപ്പോൾ അദ്ദേഹത്തിനുള്ളൊരു ഭീഷണിയാണ്, നല്ലൊരു ഭീഷണിയാണ്. അപ്പം ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു, നിങ്ങൾ കച്ചറക്കൊന്നും നിൽക്കണ്ട, പ്രശ്നത്തിനൊന്നും നിൽക്കണ്ട. അപ്പം എന്താ, ഞാൻ ഉദ്ദേശിച്ചതുപോലെയുള്ള സംഗതിയല്ല, ആ ഭീഷണിയല്ല, ഇത് മൊത്തത്തിൽ അങ്ങോട്ട് നശിപ്പിച്ച് കളയും, അങ്ങനെ ആക്കി കളയും, ഇങ്ങനെ ആക്കി കളയും, നിങ്ങൾക്ക് ജീവിക്കാൻ കഴിയൂല എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഒരു തരം ഭീഷണിയാണിത്. അപ്പോൾ എന്താണ് ഭീഷണിപ്പെടുത്തുന്നത്? നിന്നെ ഞാൻ വേറെന്തെങ്കിലും ചെയ്തിട്ട് നശിപ്പിച്ച് കളയുന്നതാണ്. ഇങ്ങനെ ഭയപ്പെടാൻ പറ്റുമോ? ഇങ്ങനെ ഒരാളെ നമ്മൾ പേടിപ്പിച്ചു, ഞാൻ എന്നെ സീർ ചെയ്തിട്ട് നശിപ്പിച്ച് കളയുന്ന ഒരാളെ നമ്മൾ ഭീഷണിപ്പെടുത്തിയാൽ ഭയപ്പെടാൻ പറ്റുമോ പ്രിയപ്പെട്ടവരെ? പേടിക്കാൻ പറ്റുമോ? എന്നിട്ട് അവൻ പറയുന്ന കാര്യങ്ങൾക്ക് ചെയ്തു തരാൻ പറ്റുമോ? അതല്ലേ ദൊലാലത്ത്. അതിനേക്കാൾ വലിയ ദൊലാലത്ത് വേറെ എന്താണുള്ളത്? ഈ പുരോഹിത വർഗം ചെയ്യുന്നതും അതന്നെയല്ലേ, ആളുകളെ പേടിപ്പിക്കുക. എന്നെ ബഹുമാനിച്ചിട്ടില്ലെങ്കിൽ നിന്നെ ഞാൻ എടുക്കുന്ന പണി നോക്കോ എന്ന് പറഞ്ഞിട്ടല്ലേ ഈ വർഗം ആളുകളെ പേടിപ്പിക്കുന്നത്. ഈ ഒരു അവസ്ഥ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം പറഞ്ഞ ദജ്ജാലൂന കദ്ദാബൂൻ എന്ന് പറയുന്ന അവസ്ഥ ശരിക്ക് നമ്മുടെ നാട്ടിൽ ഇന്ന് ശരിക്ക് നമുക്ക് കാണാൻ കഴിയും. ജനങ്ങളുടെ ധനം തിന്നുകയും അവരെ പറ്റിക്കുകയും അവരോട് കളവ് പറയുകയും ചെയ്യുന്ന ഒരു വലിയ വിഭാഗത്തെ നമ്മുടെ നാട്ടിൽ നമുക്ക് കാണാൻ കഴിയും. അതുപോലെ തന്നെ ആറാമതായി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഭയന്ന വിഷയമാണ് പ്രിയപ്പെട്ടവരെ, ദേഹേച്ഛയെ പിന്തുടരൽ, ഹവയെ പിന്തുടരൽ, ഇഷ്ടത്തിനനുസരിച്ച് നടക്കൽ, ദീനിനേക്കാൾ കൂടുതൽ ഭൗതിക താല്പര്യങ്ങൾക്ക് പ്രാമുഖ്യം നൽകൽ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം പറയുന്നു, ഇന്നമാ അഖ്ശ അലൈക്കും ശഹവാത്തുൽ ഗയ്യി ഫീ ബുതൂനിക്കും വഫുറൂജിക്കും വമുദില്ലാത്തിൽ ഹവാ. നിങ്ങളുടെ വയറിന്റെയും നിങ്ങളുടെ ഗുഹ്യസ്ഥാനത്തിന്റെയും ആവശ്യങ്ങൾ നിർവഹിക്കുന്നതിന് വേണ്ടി അനാവശ്യമായ തെറ്റായ വഴികളിലൂടെ നിങ്ങൾ സഞ്ചരിക്കും. നല്ലോണം നിസ്കരിക്കുന്നുണ്ടാവും, പക്ഷെ സമ്പത്ത് ഏത് വഴിക്കാണെന്ന് ഒരു ചിന്ത ഉണ്ടാവില്ല. ആരെ പറ്റിച്ചാലും പ്രശ്നമില്ല, ആരെ കബളിപ്പിച്ചാലും പ്രശ്നമില്ല, പണം ഉണ്ടാക്കുക. എന്നാലോ നിസ്കരിക്കും, നോമ്പെടുക്കും, സുന്നത്ത് നോമ്പെടുക്കും, തഹജ്ജുദ് നിസ്കരിക്കും, എല്ലാം ചെയ്യും, നെറ്റിയിൽ നിസ്കാരത്താഴും ഇത്ര ഉണ്ടാവും. പക്ഷേ പണമിടപാടിന്റെ വിഷയത്തിൽ 5 പൈസക്ക് കൊള്ളൂല, തീരെ ക്വാളിറ്റി ഉണ്ടാവില്ല. അങ്ങനെയുള്ള ആളുകൾ ഹക്കും ബാത്തിലും ഹറാമും ഹലാലും നോക്കാതെ സമ്പാദിക്കുന്ന ആളുകൾ, എന്നിട്ടത് മക്കൾക്ക് തിന്നാൻ കൊടുക്കുന്ന ആളുകൾ, ഒരു വിഭാഗം ആളുകൾ അങ്ങനെ. വേറൊരു വിഭാഗം ആളുകൾ നല്ല തഖ്വയായിരിക്കും, നല്ലോണം നിസ്കരിക്കും, തൗഹീദ് ഉണ്ടാവും, സുന്നത്ത് ഉണ്ടാവും, എല്ലാം ഉണ്ടാവും, പക്ഷെ സ്ത്രീ വിഷയത്തിൽ മഹാപോക്കായിരിക്കും, പെണ്ണിന്റെ വിഷയത്തിൽ മഹാപോക്കായിരിക്കും. ആ വിഷയത്തിൽ അവർ അനാവശ്യമായ വീഡിയോകൾ കാണാം, അനാവശ്യമായ രംഗങ്ങൾ കാണാം. അതുപോലെ തന്നെ സ്ത്രീകളോട് അനാവശ്യമായി കൂടിച്ചേരാൻ നോക്കുക, സംസാരിക്കാൻ നോക്കുക. അത് പുരുഷന്മാരിലും സ്ത്രീകളിലും അങ്ങനെയുള്ള ആളുകളുണ്ട്. വാട്സപ്പിൽ ചാറ്റ് ചെയ്യുക. പല ആളുകളും ദാവത്തിൽ തുടങ്ങിയിട്ട് വേറെന്തിലൊക്കെ എത്തിയ ചരിത്രം പലതും ഉണ്ട്. ഒരു സൂക്ഷ്മതയും ആ കാര്യത്തിൽ ഉണ്ടാവില്ല. എന്നാൽ മുസ്ലിം ആയിരിക്കും, നിസ്കരിക്കുന്നുണ്ടാവും, ഷഹാദത്ത് ഉണ്ടാവും, എല്ലാം ഉണ്ടാവും. ഇത് തന്റെ ഉമ്മത്തിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഭയന്നതാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ദാവൂദ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിനോട് പറഞ്ഞെന്താണ്? യാ ദാവൂദ് ഇന്നാ ജഅൽനാക ഖലീഫതൻ ഫിൽ അർദ് ഫഹ്കും ബൈനൻ നാസി ബിൽ ഹഖ് വലാ തത്തബിഇൽ ഹവാ ഫയുദില്ലക അൻ സബീലില്ലാഹ് ഇന്നല്ലദീന യദല്ലൂന عن سبيل الله لهم عذاب شديد بما نسوا يوم الحساب. يا داവൂദ്, താങ്കൾ സ്വന്തം ഇച്ഛയെ പിൻപറ്റരുത്, ദേഹേച്ഛയെ പിൻപറ്റരുത്. നിശ്ചയം ആരാണോ ദേഹേച്ഛയെ പിൻപറ്റുന്നത് അവൻ അല്ലാഹുവിന്റെ മാർഗത്തിൽ നിന്ന് തള്ളപ്പെടുന്നതാണ്, അല്ലാഹുവിന്റെ മാർഗത്തിൽ നിന്ന് പുറത്താക്കപ്പെടുന്നതാണ്. ആര് അല്ലാഹുവിന്റെ മാർഗത്തിൽ നിന്ന് തള്ളപ്പെടുന്നുവോ, ആര് അല്ലാഹുവിന്റെ മാർഗത്തിൽ നിന്ന് തെറ്റിക്കുന്നുവോ, ലഹും അദാബുൻ ശദീദ്, അവനെ കാത്തിരിക്കുന്നത് കഠിനമായ, കഠോരമായ, ഭീകരമായ ശിക്ഷ തന്നെയാണ്. അതുകൊണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം ഭയന്ന 6ാമത്തെ വിഷയം ദേഹേച്ഛയെ പിന്തുടരലാണ്. 7ാമത്തെ വിഷയം, പ്രധാനപ്പെട്ട വിഷയം, പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഭയന്നത് എന്താണ്? കപട വിശ്വാസികളെയാണ്. കാപട്യം നമ്മുടെ ഉള്ളിലേക്ക് കടന്നു വരുന്നത്. ഈ ഹദീസ് ഉമർ റളിയല്ലാഹു അൻഹു കേട്ടിട്ടുണ്ട്. ഈ ഹദീസ് റിപ്പോർട്ട് ചെയ്യുന്നത് ഉസ്മാൻ അൻ-നഹദി റളിയല്ലാഹു അൻഹു ആണ്. അദ്ദേഹം ഈ ഹദീസ് കേൾക്കുന്നത് ഉമർ റളിയല്ലാഹു അൻഹു മിമ്പറിൽ നിന്ന് പറയുമ്പോഴാണ്. ആ മനസ്സ് മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു, അദ്ദേഹം എത്രത്തോളം ഈ കാപട്യത്തെ, ആരാണ് ഉമർ റളിയല്ലാഹു അൻഹു പറയപ്പെടുന്നത് ഒന്ന് ആലോചിച്ച് നോക്ക്. ഇത്രത്തോളം ഇസ്ലാമിന് വേണ്ടി കുത്തേറ്റിട്ട് കുടിക്കുന്ന വെള്ളം ആ കുത്തേറ്റ കത്തിക്കുത്തിന്റെ ഭാഗത്തൂടെ ഒഴിഞ്ഞു പോകുന്ന അവസ്ഥ, ആ അവസ്ഥയിൽ പോലും നിസ്കാരത്തെക്കുറിച്ചും നെരിയാണിക്ക് താഴെ പാൻറ് പോയതിനെ കുറിച്ചും ചിന്തിച്ച വലിയ മഹാൻ. ആ മഹാൻ ഹുദൈഫ റളിയല്ലാഹു അൻഹുവിനോട് ഇടക്കിടക്ക് ചോദിക്കും, എന്താ അറിയോ,
അദ്ദേഹത്തോടാണ് റസൂലുള്ള ആരൊക്കെയാണ് മുനാഫിക്കുകൾ എന്ന് എണ്ണി പറഞ്ഞിട്ടുള്ളത്. ഹുദൈഫ റളിയല്ലാഹു അൻഹു റസൂലിൻ്റെ രഹസ്യ സൂക്ഷിപ്പുകാരനാണ്. ഉമർ റളിയല്ലാഹു പോയിട്ട് എന്താ ചോദിക്കാറിയോ? ആ മുനാഫിക്കുകളിൽ ഞാനുണ്ടോ? ആ കപട വിശ്വാസികളുടെ പട്ടികയിൽ ഞാനുണ്ടോ? ജീവിതത്തിൽ ഇന്ന് വരെ നമുക്ക് എന്തെങ്കിലും ടെൻഷൻ ഉണ്ടായിട്ടുണ്ടോ? ഇനി ആരെങ്കിലും നമ്മളെ കപടൻ എന്ന് വിളിച്ചാൽ എന്നെ കപടൻ എന്ന് വിളിക്കാൻ മാത്രം നീ ആരാടാ? ഞാൻ നിസ്കരിക്കുന്നത്ര നീ നിസ്കരിക്കുന്നുണ്ടാ? ഞാൻ നോമ്പെടുക്കുന്നത്ര നീ നോമ്പെടുക്കുന്നുണ്ടാ? ഞാൻ ഈ സംഘടനയിൽ പ്രവർത്തിച്ചത്ര നീ പ്രവർത്തിച്ചിട്ടുണ്ട് എന്നൊക്കെ പോയിട്ട് ഡയലോഗ് അടിക്കാനല്ലാതെ നമുക്കൊന്നും ജീവിതത്തിൽ ഇന്ന് വരെ എനിക്ക് കാപട്യം വന്നിട്ടുണ്ടോ എന്ന ചിന്തയും എന്ന മനസ്താപമൊന്നും ജീവിതത്തിൽ ഉണ്ടായിട്ടില്ല. ഉമർ റളിയല്ലാഹു അൻഹു ഉണ്ടായിരുന്നു. അദ്ദേഹം പ്രയാസപ്പെട്ടിരുന്നു, ഒരുപാട് വിഷമിച്ചിരുന്നു. പടച്ചോൻ എനിക്ക് കാപട്യം വരുമോ? എത്രത്തോളം അറിയോ? ഉമർ റളിയല്ലാഹു അൻഹു ഹുദൈഫ റളിയല്ലാഹു അൻഹു നോക്കും. ആരെങ്കിലും മരിച്ചു കഴിഞ്ഞാൽ അദ്ദേഹം മയ്യത്ത് നിസ്കരിച്ചാൽ ഉമർ റളിയല്ലാഹു അൻഹു നിസ്കരിക്കും. കാരണം എന്താ? അദ്ദേഹത്തിന് അറിയാം അത് മുനാഫിഖാണോ യഥാർത്ഥ മുഅ്മിനാണോ എന്നുള്ളത്. റസൂലുള്ള ഏറ്റവും കൂടുതൽ ഭയപ്പെട്ട വിഷയവും അത് തന്നെയാണ് പ്രിയപ്പെട്ടവരെ. എന്നിട്ട് റസൂൽ പറയുന്നത് അറിയോ? ഇന്ന അഖ്വഫ മാ അഖാഫു അലാ ഹാദിഹിൽ ഉമ്മ കുല്ലു മുനാഫിഖിൻ അലീമിൽ ലിസാൻ. നാവ് കൊണ്ട് പണ്ഡിതന്മാരായ കപട വിശ്വാസികൾ, നാവ് കൊണ്ട് പണ്ഡിതന്മാർ, അങ്ങനെ പല ആളുകളെ നമുക്ക് കാണാൻ കഴിയുമെന്ന്. നാവ് കൊണ്ടാണ്, അവർക്ക് ഉള്ളിൽ ഒരു വിവരം ഉണ്ടാവില്ല പടച്ചോനെ കുറിച്ചോ. ഖുർആൻ എടുത്തിട്ട് മര്യാദയ്ക്കൊന്ന് ഓതാൻ പറഞ്ഞാൽ തെറ്റാതെ ഓതാൻ അവരെ കൊണ്ട് പറ്റൂല. അള്ളാന്റെ റസൂലിന്റെ ഹദീസുകളെ കുറിച്ച് വലിയ വിവരം അവർക്ക് ഉണ്ടാവില്ല. പക്ഷെ മഖ്റജ് തെറ്റാതെ ചില കാര്യങ്ങളും ചില ഫത്വകളെ കുറിച്ചും പണ്ഡിതന്മാരുടെ പേരുകളെ കുറിച്ചും പറയും. ആളാവാൻ വേണ്ടി മാത്രം, ആളുകളുടെ മുന്നിൽ ഉലൂവ് നടിക്കാൻ വേണ്ടി മാത്രം ഇത്തരത്തിലുള്ള ആളുകൾ നിഫാഖും കൊണ്ട് സമൂഹത്തിലേക്ക് ഇറങ്ങും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങനെ എത്ര ആളുകളുണ്ട്, ദീന് പറയുന്നവരാണ്, പക്ഷെ ജീവിതത്തിൽ ഒരു ബന്ധവും ദീനുമായിട്ടുണ്ടാവില്ല. അള്ളാഹു കാത്തിരക്ഷിക്കട്ടെ പ്രിയപ്പെട്ടവരെ. പറയാൻ എന്താണ്? ഖതീബാണ്, പള്ളി സെക്രട്ടറിയാണ്, പള്ളി പ്രസിഡന്റാണ്, കമ്മിറ്റിയിലെ വലിയ അംഗമാണ്, അങ്ങനെയാണ് ഇങ്ങനെയാണ്, പക്ഷേ ഹൃദയത്തിൻ്റെ ഉള്ളിൽ ദീനുണ്ടാവില്ല, പടച്ചോനെ പേടി ഉണ്ടാവില്ല, ഇഖ്ലാസും ഖുശൂവും ഉണ്ടാവില്ല. അങ്ങനെയുള്ള ആളുകൾ ഈ ഉമ്മത്തിന് തുരങ്കം വെക്കും, ഈ ഉമ്മത്തിനെ നശിപ്പിച്ചു കളയും എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഈ 7 വിഭാഗത്തിൽ നിന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ രക്ഷിക്കുമാറാകട്ടെ. അള്ളാഹിന്റെ റസൂല് വഴന്ന ഈ 7 രോഗങ്ങളും ഈ 7 അസുഖങ്ങളും ഈ 7 ദുരന്തങ്ങളും നമ്മുടെ ജീവിതത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ഇല്ലാതാക്കുമാറാകട്ടെ. അതിൽ നിന്ന് പൂർണ്ണമായി മോചനം നേടിയ വിജയികളുടെ കൂട്ടത്തിൽ അല്ലാഹു നമ്മെ ഉൾപ്പെടുത്തുമാറാകട്ടെ. വനസ്തഗ്ഫിറുല്ലാഹ ലി വലക്കും വഅൻ ജമീഇൽ മുസ്ലിമീന അജ്മഈൻ വനസ്തഗ്ഫിറൂഹു ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം.